ഒരു പകൽ മുഴുവൻ നഗരത്തിൽ ഭീതി പരത്തിയ തണ്ണീർക്കൊമ്പൻ ചുരിഞ്ഞ വാർത്ത ഞെട്ടലോടെയാണ് മാനന്തവാടിയിലെ ജനങ്ങൾ കേട്ടത്. ജനവാസ മേഖലയിൽ നിന്നും മാറ്റണമെന്നല്ലാതെ ഒരിക്കൽ പോലും ആനയ്ക്ക് അപകടം സംഭവിക്കണമെന്ന് കരുതിയിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 200ഓളം വാഴ നശിച്ചതിനേക്കാൾ തണ്ണീർക്കൊമ്പൻ ചുരിഞ്ഞത് പ്രയാസമുണ്ടാക്കിയെന്ന് ഇന്നലെ മണിക്കൂറുകളോളം ആന നിലയുറപ്പിച്ച വാഴത്തോട്ടത്തിന്റെ ഉടമ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഏതാനനെയാ കൊണ്ടുപോയത്? ആനന്റെ പേരെന്നാ? തണ്ണീർക്കൊമ്പൻ. തണ്ണീർക്കൊമ്പനാ? ആനനെ ശരിക്കും കണ്ടനാ? വലിയ ആനയാ? എത്ര വലുതാ? വലിയതാ? അങ്ങോട്ട് പോകുമ്പോ ഫോട്ടോ എടുത്താ? കൊമ്പുണ്ടാ? എത്ര കൊമ്പുണ്ടായിനി? ചെറിയ കൊമ്പാ? ഒരു പകൽ മുഴുവൻ മാനന്തവാടി നഗരത്തിൽ ചിലവഴിച്ചിട്ടും തണ്ണീർക്കൊമ്പൻ യാതൊരു അക്രമവും കാണിച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ മാനന്തവാടിയിലെ ജനങ്ങൾക്ക് തണ്ണീർക്കൊമ്പൻ ഒരു പ്രശ്നക്കാരനുമായില്ല. ഇന്നലെ ഉച്ച മുതൽ ആന നിലയുറപ്പിച്ച വാഴത്തോട്ടത്തിൽ ഏകദേശം 400-ലധികം വാഴകൾ നശിപ്പിച്ചിട്ടുണ്ട്. വാഴ നശിച്ചതിനേക്കാൾ പ്രയാസത്തിലാണ് തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞ വാർത്ത കേട്ടതെന്ന് തോട്ടത്തിന്റെ ഉടമ മൊയ്തു റിപ്പോർട്ടറിനോട് പറഞ്ഞു. ദുഃഖകരമായ ഒരു വാർത്തയാണ് ചെരിഞ്ഞു എന്നുള്ള. ആന എൻ്റെ വാർഡ് നശിപ്പിച്ചതിന് ഉപരി അത് ഒരു ചെരിഞ്ഞു എന്നുള്ള ദുഃഖസത്യം കൂടി ഞാൻ മനസ്സിലാക്കി അറിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. തണ്ണീർക്കൊമ്പൻ നഗരത്തിലേക്ക് എത്തിയതോടെ നിശ്ചലമായ മാനന്തവാടി നഗരത്തിലെ വ്യാപാരികളും തൊഴിലാളികളും കൊമ്പൻ ചെരിഞ്ഞ വാർത്ത കേട്ടത് സങ്കടത്തോടെയാണ്. സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അതിനെ കണ്ടിട്ട് അതിനെ കയറ്റി കൊണ്ടുപോയി അത് ചരിഞ്ഞെന്ന് പറയുമ്പം ഏതൊരു മനുഷ്യനായാലും ഒരു സങ്കടം ഉണ്ടാവും. ആനനെ കണ്ടു, പക്ഷേ അത് മരിക്കുന്നു വിചാരിച്ചിട്ടില്ല. സങ്കടം തന്നെയാണ്. പക്ഷേ അത് ഫോറസ്റ്റുകാരെ മാത്രം കണ്ട് കാര്യമില്ല, പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടി എല്ലാവരും പ്രഷർ കൂട്ടിയിട്ടുണ്ട്. ചെറിയൊരു അതിൻ്റെതായ അസുഖങ്ങളും സംഭവങ്ങളും ഉണ്ടെങ്കിലും അതൊരിക്കലും ജനങ്ങളെ ആക്രമിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെരിഞ്ഞൊരു സംഭവം വളരെ ദുഃഖകരമാണ്. ഞങ്ങൾക്ക് കച്ചവടക്കാരാ, ഇന്നലെ കച്ചവട സാധനങ്ങളൊക്കെ നിർത്തിവെച്ച് ആനയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്തതിൽ വളരെയേറെ സങ്കടമുണ്ട്. രാത്രി വൈകി ആനയെ വാഹനത്തിൽ കയറ്റുമ്പോഴും ബന്ദിപ്പൂരിലേക്കുള്ള യാത്രയിലും ആന പൂർണ്ണ ആരോഗ്യവാനായിരുന്നുവെന്നാണ് എല്ലാവരും കരുതിയത്. മാനന്തവാടി നഗരത്തിലൂടെ ഇന്നലെ തണ്ണീർക്കൊമ്പൻ നടന്നു പോകുമ്പോൾ നമ്മൾ ആരും തന്നെ തണ്ണീർക്കൊമ്പൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കാകുലരായിരുന്നില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നേരെ വിപരീതമാണ് കാര്യങ്ങൾ. എന്തായാലും മാനന്തവാടിയിലെ ജനങ്ങൾ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതിൻ്റെ സങ്കടത്തിലാണ്. മാനന്തവാടിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ഷുർബഷിക്കും സബിൻജത്തിനുമൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ.